എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 1-ാം തീയതിയിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, T20 ക്രിക്കറ്റിൽ 300 താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. അതായത് 2020 ക്രിക്കറ്റിൽ 300 പ്ലേയേഴ്സിനെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? MS ധോണിയാണ്. ഓക്കെ, ആരാണ്? MS ധോണി. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെൻ അമേരിക്ക നൽകുന്ന പുരസ്കാരത്തിന് അർഹയായത്. അതായത് ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പെൻ അമേരിക്ക നൽകുന്ന പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഡോക്ടർ വൃന്ദ വർമ്മയാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, മൈക്രോസോഫ്റ്റും ഓപ്പൺ എഐയും ചേർന്ന് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? മൈക്രോസോഫ്റ്റും ഓപ്പൺ എഐയും ചേർന്ന് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടറാണ് സ്റ്റാർഗേറ്റ്. എന്താണ് സ്റ്റാർഗേറ്റ്? എന്താണ് സ്റ്റാർഗേറ്റ്? ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണേ. നമ്മുടെ നാലാമത്തെ ചോദ്യം, ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ ഏതാണ്? ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമയാണ് ആടുജീവിതം. ഏത് സിനിമയാണ്? ആടുജീവിതം. ഓർത്തിരിക്കുക, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ ഞായറാഴ്ച ഉണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണം. അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച തെക്കൻ കേരളത്തിലെ തീരങ്ങളിലുണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന്റെ കാരണം എന്താണ്? കള്ളക്കടൽ പ്രതിഭാസമാണ്. എന്താണ് കള്ളക്കടൽ പ്രതിഭാസം? അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ. സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്ന എപ്പോഴാണ്? കാറ്റിനനുസരിച്ചോ അല്ലെങ്കിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗുരുത്വാകർഷണ ഫലമായോ ഒക്കെയാണ്. എന്നാൽ അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് എന്ത്? കള്ളക്കടൽ പ്രതിഭാസം എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ ഞായറാഴ്ച ഉണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണം എന്താണ്? കള്ളക്കടൽ പ്രതിഭാസം. നമ്മുടെ ആറാമത്തെ ചോദ്യം, രാജ്യത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നീളം കൂടിയ സോളാർ ക്രൂയിസ് ബോട്ട്. രാജ്യത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നീളം കൂടിയ സോളാർ ക്രൂയിസ് ബോട്ട് ഏതാണ്? ഇന്ദ്രയാണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റ്. 2024 മാർച്ചിൽ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഗമാനെ. എന്താണ്? ഗമാനെ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. കാരണം ജോഗ്രഫിയിൽ കയറി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ചുഴലിക്കാറ്റ്, അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളൊക്കെ. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നോക്കി വെച്ചേക്കാം. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, 2024 മാർച്ച് 30-ന് ശതാബ്ദി ആചരിച്ച ബഹുജന സമരം ഏതാണ്? 2024 മാർച്ച് 30-ന് ശതാബ്ദി ആചരിച്ച ബഹുജന സമരമാണ് വൈക്കം സത്യാഗ്രഹം. മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അപ്പം എല്ലാ ജാതിക്കാർക്കും വഴി തുറന്നു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണിത്. ഓക്കെ, അടുത്തത്, ഇന്ത്യയിൽ ഐത്തത്തിനെതിരെയായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത സമരമാണിത്, വൈക്കം സത്യാഗ്രഹം. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരാരൊക്കെയാണ്? TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇനി വൈക്കം സത്യാഗ്രഹം അവസാനിച്ചതോ? 1925 നവംബർ 23-നാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. ഈ സത്യാഗ്രഹം നീണ്ടു നിന്നത് 603 ദിവസമാണ്. എത്ര ദിവസമാണ്? 603 ദിവസമാണ് ഈ വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നതോട് ഓർത്തു വെച്ചേക്കാം. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 9ാമത്തെ ചോദ്യം, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ നോ യുവർ കാൻഡിഡേറ്റ്. എന്താണ് നോ യുവർ കാൻഡിഡേറ്റ്? നമ്മുടെ 10ാമത്തെ ചോദ്യം, മികച്ച ഗോൾ കീപ്പർ 2023-ലെ ഹോക്കി ഇന്ത്യ പുരസ്കാരമായ ബൽജിത് സിംഗ് പുരസ്കാരം ലഭിച്ചതാർക്കാണ്? അതായത് മികച്ച ഗോൾ കീപ്പറായിട്ടുള്ള ഹോക്കി ഇന്ത്യയുടെ പുരസ്കാരം, മികച്ച ഗോൾ കീപ്പറിന് വേണ്ടിയിട്ടുള്ള ഹോക്കി ഇന്ത്യയുടെ പുരസ്കാരമായ ബൽജിത് സിംഗ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PR ശ്രീജേഷിനാണ്. മലയാളി ഗോൾ കീപ്പറായിട്ടുള്ള PR ശ്രീജേഷിനാണ് ഈ പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിച്ചു. ഈ വീഡിയോയുടെ നോട്ട്സ്, അതായത് നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. LDCയുടെ ക്ലാസ്സുകൾ റൂട്ടഡ് ആപ്പിൽ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക്. നിങ്ങളുടെ പഠനത്തിലേക്ക് എന്തുകൊണ്ടും ഒരു മികച്ച മുതൽക്കൂട്ടാവും റൂട്ടഡ് ആപ്പ്. സോ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോസിനും മറ്റു വീഡിയോസിനും ഒക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. താങ്ക് യു.